ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയുടെ പ്രാരംഭം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഇലക്ട്രിസിറ്റിയുടേതായ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് കൊണ്ട് ആമേൻ അറിയിച്ച സമയത്ത് ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇന്ന് രാത്രി അല്പം വൈകിയും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ മകൽ ഭാഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ ഈ ആഴ്ച നമുക്ക് ഹല്ലേലൂയ സ്തുതിയോടും സ്തോത്രത്തോടും ആരാധനയോടും കൂടെ ആരംഭിപ്പാൻ സ്വർഗമൊരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയോടെ സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഈ രാത്രിയിൽ ദൈവം ഒരാളോടെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട്. മകനെ, മകളെ, തളരരുത്. നിന്റെ ഓട്ടം ഇതുവരെ അവസാനിച്ചിട്ടില്ല. കണ്ണുനീരോടെ ഈ ലൈവിൽ പ്രവേശിച്ചവരുണ്ടെങ്കിൽ, നിരാശയോട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അതേ പുതിയ ധൈര്യം പകരും. ഈ ആരാധനയിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. വചന ശുശ്രൂഷയിൽ വിശ്വാസം പുതുക്കപ്പെടും. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു മനസ്സോടെ ഹൃദയം തുറക്കൂ. നമ്മുടെ രാജാതിരാജനായ യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. യേശുവേ, എൻ ജീവനാഥ, എൻ ഹൃദയത്തിൽ വാഴണമേ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ, എന്നെ വീണ്ടും നിറച്ചിടണേ. നിൻ കൃപയാണ് എൻ ആശ്രയം, നിൻ സ്നേഹമാണ് എൻ ജീവൻ. എൻ കണ്ണുനീർ നീ തുടച്ചിടും. വിശ്വസ്തനായ കർത്താവേ, തളർന്ന കാലുകൾ ബലപ്പെടുത്തും, തകർന്ന ഹൃദയം ചേർത്തിടും. നീ വിളിച്ച വഴി എന്നെ അവസാനം വരും നടത്തും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി മുഴുവൻ ആരാധനയും സ്തുതിയും സ്തോത്രവും കർത്താവിന് അർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹൃദയങ്ങളെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം നമ്മോട് ആഴത്തിൽ ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകും. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, എൻ ജീവനാഥ, എൻ ഹൃദയത്തിൽ വാഴണമേ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ, എന്നെ വീണ്ടും നിറച്ചിടണേ. നിൻ കൃപയാണ് എൻ ആശ്രയം, നിൻ സ്നേഹമാണ് ജീവൻ. എൻ കണ്ണുനീർ നീ തുടച്ചിടും. വിശ്വസ്തനായ കർത്താവേ, തളർന്ന കാലുകൾ ബലപ്പെടുത്തും, തകർന്ന ഹൃദയം ചേർത്തിടും. നീ വിളിച്ച വഴിയിൽ എന്നെ അവസാനം വരെ നടത്തിയിടും. ആരാധനയൻ ശ്വാസമാകട്ടെ, സ്തുതിയൻ ജീവനാകട്ടെ. നിൻ തിരുസന്നിധിയിൽ ഞാൻ ജീവനുള്ള യാഗമാകട്ടെ. കൈകൾ ഉയർത്തി പാടിടുന്നു യേശുവേ, നിൻ മഹത്വം. ഹൃദയം തുറന്നിരിച്ചിടുന്നു, നിറയണമേ പരിശുദ്ധാത്മാവേ. എൻ ഭയമെല്ലാം നീക്കിടണേ, എൻ
വിശ്വാസം പുതുക്കിയിടണേ. എൻ ജീവിതം നിൻ കൈകളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നിൻ നാമം ഉയർത്തിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നിൻ സ്നേഹം പാടിടുന്നു. ഓട്ടം തികയ്ക്കാൻ ശക്തി തരൂ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കാപ്പത്തരൂ. അവസാനം വരെ എന്നെ കാത്തിടണേ, നിത്യരാജ്യത്തിൽ എന്നെ ചേർത്തിടണേ. യേശുവേ നീയേ എൻ സർവസ്വം, നിനക്കു മാത്രം മഹത്വം. ആമേൻ. Hallelujah. Thank you, Lord Jesus. Praise the Lord. Hallelujah. Amen. Hallelujah. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്തൃപാദപ്പെടുത്തെങ്കിൽ ആമേൻ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ ഒരിക്കൽ കൂടെ ആ കരമടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത അളവിൽ പറഞ്ഞു തീരാത്ത ദാനങ്ങളാൽ ഓരോ നിമിഷവും നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ജീവിതം എത്ര ദൈർഘ്യമുള്ളതാണെന്നതല്ല പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ച ഓട്ടം വിശ്വസ്തതയോടെ പൂർത്തിയാക്കിയോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. അതെ പ്രിയരെ, ഭയപ്പെടരുത്, ക്ഷീണിക്കരുത്, പിന്മാറരുത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മുന്നോട്ടോടുക. ആമേൻ. യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട് ആ കരമുയർത്തി ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 6/7/2026 ഞായറാഴ്ച രാത്രി ആമേൻ 9:30 ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ ആമേൻ ബുദ്ധിമുട്ട് കൊണ്ട് ആമേൻ 1 മണിക്കൂർ വൈകും തക്കവണ്ണമിടയായി. എങ്കിലും ആമേൻ ദൈവമായ കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയല്ലോ. ആമേൻ 2026 207 ദിവസം രാത്രിയിൽ ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടെ സന്തോഷമുള്ളവർ ആ കരമുയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. പ്രിയരെ, ദൈവകൃപയിൽ നിലനിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അവസാനം വരെ വിശ്വസ്തരായിരിക്കുക. ഇന്ന് രാത്രി നാം ചിന്തിപ്പാനായിട്ട് പോകുന്ന ചിന്ത ഇപ്രകാരമാണ്. ആമേൻ. ദൈവകൃപയിൽ നിലനിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അവസാനം വരെ ആമേൻ വിശ്വസ്തരായിരിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായമാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാനായി പോകുന്നത്. അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനും സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയിൽ ജയിക്കണം എന്നേ എനിക്കുള്ളൂ. ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത്
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന, വരും ദിനങ്ങളിൽ ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന, വരും ദിവസങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം. ആമേൻ. ഇന്ന് രാത്രി ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം പ്രഘോഷിപ്പാൻ, ഇത് ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നൽകിയ ചിന്ത പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്റെ ഓട്ടം സന്തോഷത്തോടെ തികച്ചു. കർത്താവായ യേശുവിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷ നിർവഹിച്ചും തീർക്കേണ്ടതിന് എന്റെ ജീവനെ എനിക്ക് വിലയുള്ളതായി ഞാൻ എണ്ണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഓട്ടം പൂർത്തിയാക്കുന്ന ഒരു വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 17 മുതൽ 24 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോഴാണ് ആ വിഷയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ജീവിതം ഒരു യാത്ര മാത്രമല്ല, ജീവിതം ഒരു ഓട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഓട്ടത്തിൽ എല്ലാവരും ആരംഭിക്കുന്നു, പക്ഷേ എല്ലാവരും അവസാന രേഖയിൽ എത്തുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർ വഴിയിൽ തളരുന്നു, ചിലർ ലോകത്തിന്റെ ആകർഷണങ്ങളിൽ വീഴുന്നു, ചിലർ നിരാശ കാരണം പിന്നോട്ട് പോകുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിന്റെ അവസാനം അതേ പറയുന്ന ഒരു മഹത്തായ സാക്ഷ്യമുണ്ട്. ആമേൻ. എന്റെ ഓട്ടം സന്തോഷത്തോടെ തികച്ചു. ഹല്ലേലൂയ. എത്ര മനോഹരമായ വാക്കുകളാണ്. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞില്ല, ഞാൻ വലിയ അത്ഭുതങ്ങൾ ചെയ്തു, ഞാൻ വലിയ സഭകൾ സ്ഥാപിച്ചു, ഞാൻ പ്രശസ്തനായി. ഹല്ലേലൂയ. എന്നല്ല അവൻ പറഞ്ഞത്. അവൻ ഒന്നു മാത്രം, ആമേൻ, ദൈവം എന്നെ ഏൽപ്പിച്ച ഓട്ടം ഞാൻ പൂർത്തിയാക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരം പറഞ്ഞുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവകരങ്ങളിൽ വിധേയപ്പെടുന്ന ആരുണ്ട്, അവനെയാണ് ദൈവം ശക്തീകരിക്കുന്നത്, ബലപ്പെടുത്തുന്നത്. പ്രിയരെ, ഓരോ വിശ്വാസിക്കും ഒരു ഓട്ടമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു അപകടമല്ല. ആമേൻ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ദൈവം നിങ്ങളെ ഒരു ലക്ഷ്യത്തോടെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചിലരെ പ്രാർത്ഥിക്കാൻ, ഹല്ലേലൂയ, ആമേൻ, ചിലരെ സുവിശേഷം അറിയിക്കാൻ, ആമേൻ, ചിലരെ ശുശ്രൂഷിക്കാൻ. നമ്മുടെ ഓട്ടം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയ വിളിയിൽ വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലരും മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. ആമേൻ. അവര് അങ്ങനെ പോകുന്നല്ലോ, ഇങ്ങനെ പോകുന്നല്ലോ, എനിക്ക്, ആമേൻ, ഒന്നും സാധിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഓട്ടത്തിൽ തടസ്സങ്ങൾ വരും. ആമേൻ. പൗലോസിന്, ആമേൻ, യാത്രയിൽ, ആമേൻ, കഷ്ടതകൾ ഉണ്ടായിരുന്നു. ആമേൻ. കാരാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എതിർപ്പുകൾ ഉണ്ടായിരുന്നു, നിന്ദയുണ്ടായിരുന്നു. എന്നിട്ടും അവൻ നിന്നില്ല. പ്രിയരെ, ഇന്നും നമുക്കും പ്രശ്നങ്ങൾ വരാം, രോഗം വരാം, സാമ്പത്തിക പ്രതിസന്ധി വരാം, സുഹൃത്തുക്കൾ വിട്ടുപോകാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, തടസ്സങ്ങൾ അവസാനമല്ല. ദൈവം നമ്മെ മുന്നോട്ട് നടത്തുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. ജീവനേക്കാൾ വിലപ്പെട്ടത് ദൈവഹിതമാണ്. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എന്റെ ജീവനെ എനിക്ക് വിലയുള്ളതായി ഞാൻ എണ്ണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മഹത്യയെ കുറിച്ചല്ല, ഇത് സമർപ്പണത്തെ കുറിച്ചാണ് ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവേ, എന്റെ ജീവിതം നിനക്കുള്ളതാണ്, നിന്റെ ഹിതം എന്റെ ഹിതത്തെക്കാൾ വലുതാണ്. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയും?
ഹല്ലേലൂയ. ആമേൻ. എന്റെ ഹിതം അല്ല, നിന്റെ ഹിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതം നിനക്കുള്ളതാണ്, നിന്റെ ഹിതം എന്റെ ഹിതത്തെക്കാൾ വലുതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ഇങ്ങനെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ എവിടെയായാലും ഉപയോഗിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, വിജയമെന്നാൽ ഓട്ടം പൂർത്തിയാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ലോകം പറയുന്നു പണം സമ്പാദിച്ചാൽ വിജയായി. പ്രൈസ് ദി ലോർഡ്. അതെ, പ്രശസ്തനായാൽ വിജയിയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സത്യ വേദപുസ്തകം പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയാൽ ആമേൻ, ആ വ്യക്തി വിജയിയായി. ആമേൻ. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കി നിരാശപ്പെടരുത്. ഹല്ലേലൂയ. പലപ്പോഴും ഞാനും നിങ്ങളും നിരാശപ്പെടുന്നത് അതെ ചുറ്റുപാടുമുള്ളവരെ നോക്കിയിട്ടാണ്. ആമേൻ. കൂടെ ജോലി ചെയ്യുന്നവരെ നോക്കിയിട്ടാണ്, കൂടെ ആയിരിക്കുന്നവരെ നോക്കിയിട്ടാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, മറ്റുള്ളവരെ നോക്കി നിരാശപ്പെടരുത്. നിന്റെ ഓട്ടം ഓടുക, നിന്റെ കുരിശ് ചുമക്കുക, നിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ഇന്ന് രാത്രി സ്വയം ഒന്ന് ആമേൻ പരിശോധിക്കുവാൻ ആര് തയ്യാറാകും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിലെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണോ? അതോ ആമേൻ വഴിയിൽ ഇരുന്നു പോയോ? നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടമായോ? പ്രാർത്ഥന കുറഞ്ഞോ? വചനവായന നിർത്തിയോ? ഇന്ന് യേശു നിങ്ങളെ വീണ്ടും വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ ശബ്ദം ആരുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്? എഴുന്നേൽക്കൂ, വീണ്ടും ഓടൂ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിലെ ഓട്ടം ഒരു ദിവസം അവസാനിക്കും. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയോ? ആ ദിവസം സന്തോഷത്തോടെ പറയാൻ കഴിയട്ടെ, കർത്താവേ നിന്റെ കൃപയാ ഞാൻ ഓട്ടം പൂർത്തിയാക്കിയെന്ന്. ഹല്ലേലൂയ. ആ പ്രാഗൽഭ്യത്തോടെ ജീവിക്കുവാൻ അവൻ കൃപ ലഭിച്ച പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയിൽ ആയിരിക്കുന്നവരെ പ്രബോധിപ്പിക്കുകയാ. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ ഞാൻ പ്രഖ്യാപിക്കുന്നു, ക്ഷീണിച്ചവർക്ക് പുതിയ ശക്തി ലഭിക്കട്ടെ, വീണു പോയവർ വീണ്ടും എഴുന്നേൽക്കട്ടെ, ദൈവ വിളിയിൽ നിന്ന് പിന്മാറിയവർ വീണ്ടും മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആത്മീയ ഓട്ടം വിജയത്തോടെ പൂർത്തിയാക്കാൻ ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി അതിനായി തയ്യാറാകും? ഹല്ലേലൂയ. പ്രിയരെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ജാഗരൂകരായിരിപ്പി, ആട്ടിൻ കൂട്ടത്തെ കാത്തുകൊള്ളി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തിരിച്ച് അറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസ്തയോടോടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 25 മുതൽ 33 വരെയുള്ള ആ വേദഭാഗങ്ങൾ നാം ചിന്തിപ്പാനായി ധ്യാനിപ്പാനായി പോവുകയാണ്. പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ഭാഗത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. വായിച്ചാൽ, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചുപോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഭാഗത്തിൽ പൗലോസ് എഫെസോസിലെ സഭാമൂപ്പന്മാരോട് ഹൃദയം നിറഞ്ഞ ഒരു സന്ദേശമാണ് പറയുന്നത്. അവൻ അവരോട് ഒരു കാര്യം മാത്രം ആവശ്യപ്പെടുന്നില്ല, അവരുടെ ആത്മീയ ഉത്തരവാദിത്വം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ പറയുന്നു, നിങ്ങളെ തന്നെയും
എല്ലാ ആട്ടിൻകൂട്ടത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഈ വചനം ഇന്ന് ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല ഓരോ വിശ്വാസിക്കും വേണ്ടിയുള്ളതാണ്. ആദ്യം നമ്മെ തന്നെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മീയ ജീവിതം സുരക്ഷിതമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ജീവിക്കുന്നതാണോ? വചന വായന നിലച്ചുപോയോ? ആദ്യ സ്നേഹം തണുത്തുപോയോ? പുറമെ ആത്മീയനായി കാണപ്പെടുകയും അകത്ത് ശൂന്യനായി ജീവിക്കുകയും ചെയ്യുന്നത് അപകടകരമാണ്. കർത്താവ് ആദ്യം പറയുന്നത് നിന്നെ തന്നെ സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലർക്കും കഴിയാതാകുന്ന കാര്യമാണ്. ആമേൻ. മറ്റുള്ളവരുടെ പ്രശ്നത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അവരെ രക്ഷിക്കുവാനായി ഓടും, പ്രാർത്ഥിക്കും. എന്നാൽ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പലരും പരാജയമടയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ, കുടുംബം നമ്മുടെ ആദ്യ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം എന്നതിന് ആമേൻ തുടക്കം വീട്ടിൽ നിന്നാണ് പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ വചനം വായിക്കപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ അത് ക്രമേണ ആത്മീയ ബലഹീനതയിലേക്ക് പോകും. ആമേൻ. പക്ഷേ ഒരു കുടുംബം യേശുവിനെ കേന്ദ്രമാക്കിയാൽ ആ വീട് അനുഗ്രഹത്തിന്റെ ഭവനമാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം ധ്യാനിക്കുമ്പോൾ എത്ര പേർ തങ്ങളെ തന്നെ ശോധന ചെയ്യും? പ്രിയരെ, ആത്മീയ ഉറക്കം അപകടകരമാണ്. പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുന്നു. കൊടിയ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ അത് വളരെയധികം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും അത് സംഭവിക്കുന്നു. ആമേൻ. തെറ്റായ ഉപദേശങ്ങൾ, ലോകത്തിന്റെ ആകർഷണങ്ങൾ, പാപത്തെ നിസാരമാക്കുന്ന ചിന്തകൾ, ഇവയെല്ലാം വിശ്വാസത്തെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, അതുകൊണ്ട് നാം ജാഗരൂകരായിരിക്കണം. ഓരോ സന്ദേശവും അവൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നാം പരിശോധിക്കണം. അനേക പ്രസംഗങ്ങൾ അവൻ നമുക്ക് അവൈലബിൾ ആണ്. യൂട്യൂബിലൂടെ ആകട്ടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ ആകട്ടെ, ആമേൻ, അതേ പേജിലൂടെ ആകട്ടെ, ആമേൻ, അതേ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ആകട്ടെ, ആമേൻ, ദൈവവചനം ആമേൻ അനവധി നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ, അതേ തെറ്റായ ഉപദേശങ്ങളും ലോകത്തിന്റെ ആകർഷണങ്ങൾ അടങ്ങിയ പാപത്തെ നിസാരമാക്കുന്ന ചിന്തകൾ, ഇവയെല്ലാം വിശ്വാസത്തെ ദുർബലമാക്കുന്നു. അതുകൊണ്ട് നാം ജാഗരൂകരായിരിക്കണം. ഹല്ലേലൂയ. ഓരോ സന്ദേശവും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നാം പരിശോധിക്കണം. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ലൈവിലിരുന്ന് ആമേൻ എന്ന് പറഞ്ഞ്, ഗ്ലോറി എന്ന് പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ആമേൻ പോകരുത്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആമേൻ പറയാൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ് പറയാൻ. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ ഉള്ളതാണോ എന്ന് നോക്കിയിട്ട് വേണം അത് അകത്തേക്ക് കൊണ്ടുപോകുവാൻ. അതുകൊണ്ടാണ് ആമേൻ അധ്യായങ്ങളും റെഫറൻസുകളും ആമേൻ വിശുദ്ധമായി ആമേൻ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമേൻ. പ്രിയരെ, കണ്ണുനീരോടെയുള്ള ശുശ്രൂഷ, ആമേൻ, പൗലോസ് പറയുന്നു, ഞാൻ 3 വർഷം രാവും പകലും കണ്ണുനീരോടെ നിങ്ങളെ പ്രബോധിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇതാണ് യഥാർത്ഥ ശുശ്രൂഷ. ഹല്ലേലൂയ. സ്നേഹമില്ലാത്ത പ്രസംഗം ഹൃദയത്തെ മാറ്റുകയില്ല. ആമേൻ. പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷയ്ക്ക് ശക്തി ഉണ്ടാവുകയില്ല. കണ്ണുനീരില്ലാത്ത ഹൃദയത്തിന് ആത്മാക്കളുടെ വില മനസ്സിലാകുകയില്ല. ആമേൻ. യേശുവും യെരൂശലേമിനെ നോക്കി കരഞ്ഞു. അതിനാൽ നമ്മുടെ ഹൃദയത്തിലും ആത്മാക്കൾക്കായുള്ള ഭാരമുണ്ടാകണം. ഹല്ലേലൂയ.
പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കൂടപ്പിറപ്പേ, പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞേ, ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്യുമോ? നിങ്ങൾ ആത്മീയമായി ജാഗരൂകനാണോ? നിങ്ങളുടെ കുടുംബം യേശുവിനോടൊപ്പം നടക്കുകയാണോ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനെ ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നു, ഉറങ്ങരുത്. സ്തോത്രം. ജാഗരൂകരായിരിക്കുക, വിശ്വാസത്തിൽ ജാഗരൂകരായിരിക്കുക, വിശുദ്ധിയിൽ ജാഗരൂകരായിരിക്കുക, പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ നടക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ചിലരെ നോക്കി ഞാൻ പ്രഖ്യാപിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മീയ ഉറക്കം മാറിപ്പോകട്ടെ. പ്രാർത്ഥനയുടെ അഗ്നി വീണ്ടും ജ്വലിക്കട്ടെ. ഓരോ കുടുംബവും യേശു ക്രിസ്തുവിനെ കേന്ദ്രവാക്കിയ ഭവനമാകട്ടെ. മാതാപിതാക്കൾ മക്കൾക്കായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ജാഗരൂകരാക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർ എന്നോട് ചേർന്ന് ആമേൻ പറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. 20-ാം അധ്യായം അതിന്റെ 32 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇനി നാം ചിന്തിക്കാനായി പോകുന്നത്. ഹല്ലേലൂയ. വായിച്ചാലും നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. ആരുടെയോ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിന് എന്നോട് കൂടെയുള്ളവർക്കും എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്തും പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന്. ഭാഗ്യം എന്തുവാ? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. കൊടുക്കുന്നതിൽ ഭാഗ്യം. ആമേൻ. അധികം. ഹല്ലേലൂയ. അത് വിശ്വാസത്തിന്റെ മനോഹരമായ ആമേൻ ഒരു സമാപനമാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഗയുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ആമേൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ ശുശ്രൂഷയുടെ ഒരു മനോഹരമായ സമാപന നിമിഷത്തിലാണ് ഹല്ലേലൂയ ഇവിടെ ആമേൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. തന്റെ ശുശ്രൂഷയുടെ അവസാന നാളുകൾ അടുക്കുമ്പോൾ അവൻ സഭാ മൂപ്പന്മാരോട് വിട പറയുകയാണ്. അവൻ അവർക്ക് സമ്പത്ത് കൊടുത്തില്ല, സ്വർണമോ വെള്ളിയോ കൊടുത്തില്ല. പക്ഷേ അവൻ കൊടുത്തത് അതിനേക്കാൾ വിലയേറിയ ഒന്നാണ്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു. ആമേൻ. അവൻ പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളെ ദൈവത്തിനും അവന്റെ കൃപയുടെ വചനത്തിനും പരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത് പണമല്ല, സ്ഥാനമല്ല, മനുഷ്യരുടെ പിന്തുണയുമല്ല, ദൈവത്തിന്റെ വചനമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്, നമ്മളെ സൗഖ്യമാക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനമാണ് നമ്മെ പണിയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വീടുകൾ പണിയുവാൻ സിമന്റ് വേണം, പക്ഷേ ജീവിതം പണിയാൻ ദൈവവചനം വേണം. കൊടുങ്കാറ്റുകൾ വരും, പരീക്ഷകൾ വരും, കണ്ണുനീർ വരും, പക്ഷേ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ജീവിതം തകരുകയില്ല.
അതിനാൽ വചനം കേൾക്കുക മാത്രമല്ല, അത് പ്രകാരം ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. വചനം കേട്ടാൽ മാത്രം പോരാ, അത് അനുസരിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്മ വേണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് പറയുന്നതാ, ഹല്ലേലൂയ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനെന്ന പോലെ അനുസരിപ്പി, എന്നാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും, അത് അനുഭവിക്കുവാനുള്ള ദീർഘായുസ്സും ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, വചനം കേൾക്കാൻ എളുപ്പമാണ്, വചനം പ്രസംഗിക്കുവാൻ എളുപ്പമാണ്, എന്നാൽ അതനുസരിക്കുവാൻ ആര് തയ്യാറാകും അവർക്കാണ് നന്മയുണ്ടാകുന്നത്, അത് അനുഭവിക്കുവാനുള്ള ദീർഘായുസ് ഉണ്ടാകുന്നത്. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ആയുസ്സും ആരോഗ്യവും ഫലവും നൽകുന്ന ദൈവത്തിന്റെ വചനത്തെ ഇന്ന് രാത്രി കേൾക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം ഇരു കരവും അടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ അനുഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആര് തന്നാലും വാങ്ങിക്കാൻ തയ്യാറായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എവിടുന്നാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ചിരിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് യേശുവിന്റെ ഒരു വചനം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്താ? വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ ഭാഗ്യം. ഹല്ലേലൂയ. അത് ആമേൻ. ഇത് പണത്തെ കുറിച്ച് മാത്രം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്നേഹം. എല്ലാരും എന്നെ സ്നേഹിക്കണം, അല്ലേ? ഭർത്താവ് എന്നെ സ്നേഹിക്കണം, ഭാര്യ എന്നെ സ്നേഹിക്കണം, അപ്പനും അമ്മ എന്നെ സ്നേഹിക്കണം, മക്കൾ എന്നെ സ്നേഹിക്കണം, മരുമക്കൾ എന്നെ സ്നേഹിക്കണം, കൊച്ചുമക്കൾ എന്നെ സ്നേഹിക്കണം, അയൽവക്കക്കാരെന്നെ സ്നേഹിക്കണം, നാട്ടുകാരെന്നെ സ്നേഹിക്കണം, വീട്ടുകാരെന്നെ സ്നേഹിക്കണം, കൂട്ടുകാരെന്നെ സ്നേഹിക്കണം, സഭ നേതൃത്വം എന്നെ സ്നേഹിക്കണം, സഭ ജനം എന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. സ്നേഹം കുറഞ്ഞു പോയാൽ പരിഭവവും പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആമേൻ, സ്നേഹം വാങ്ങിക്കുന്നതിനേക്കാൾ അധികം സ്നേഹം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവര് എന്നോട് ക്ഷമിക്കുന്നില്ല. ആമേൻ. പലരുടെയും പരാതി, ഭർത്താവ് ക്രൂരനാ, ഭർത്താവ് ക്ഷമിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ഭാര്യ ക്ഷമിക്കുന്നില്ല, അപ്പൻ ക്ഷമിക്കുന്നില്ല, അമ്മ ക്ഷമിക്കുന്നില്ല, കൂടപ്പറപ്പ് ക്ഷമിക്കുന്നില്ല, അയൽവക്കക്കാര് ക്ഷമിക്കുന്നില്ല, നാട്ടുകാരും വീട്ടുകാരും ക്ഷമിക്കുന്നില്ല, കൂട്ടുകാർ ക്ഷമിക്കുന്നില്ല, നേതാക്കന്മാർ ക്ഷമിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആമേൻ, അതെ, ക്ഷമിക്കുക എന്നുള്ളത് ആമേൻ ഇങ്ങോട്ട് ആമേൻ വാങ്ങിക്കുന്നതിനേക്കാൾ അധികം അങ്ങോട്ട് കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, പ്രോത്സാഹനം. ഹല്ലേലൂയ. ആമേൻ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ആമേൻ ഉണ്ടായാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ തയ്യാറാകാതെ, ഹല്ലേലൂയ, നമ്മളിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഇങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള ചിന്തയോടായിരിക്കുന്നവർ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പ്രോത്സാഹനം അങ്ങോട്ട് കൊടുക്കുക. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആമേൻ, എന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അഭിഷക്തനിലൂടെ ഓർപ്പിക്കുന്നത്, ആമേൻ, നീ ഇങ്ങോട്ട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉപരി നീ അങ്ങോട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നിന്റെ സമയം കൊടുക്കുക, നിന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുക. കൊടുക്കുന്ന ഹൃദയത്തെ ദൈവം അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് രാത്രി അവൻ കേട്ടിരിക്കാൻ ആമേൻ എല്ലാവരും തയ്യാറാകും. പക്ഷേ ആമേൻ ഇതിന് ആമേൻ പറയാൻ ആളുകൾ കുറവാണ്. ഇതിന് സ്വോത്രം പറയാൻ ആളുകൾ കുറവാണ്. എന്താ കാര്യം? ആമേൻ പറഞ്ഞാ കൊടുക്കണ്ടേ, സ്വോത്രം പറഞ്ഞാ കൊടുക്കണ്ടേ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ആ ചങ്കത്ത് കൈവച്ച് പറ, ആമേൻ ഞാൻ എന്റെ സമയം കൊടുക്കും, ഞാൻ എന്റെ ജീവിതത്തെ കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിനായി സമർപ്പിക്കും, ഞാൻ സ്നേഹം കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ ക്ഷമ കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കണ്ണുനീരുള്ള വിടവരച്ച്, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിക്കണമേ, പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആമേൻ. എല്ലാവരും കരഞ്ഞു. ഹല്ലേലൂയ. അവരവനെ കെട്ടിപ്പിടിച്ചു. ഇതൊരു ആമേൻ പ്രസംഗകന്റെയും ഹല്ലേലൂയ ജനത്തിന്റെയും ആമേൻ ആ ഇടയിൽ ആമേൻ മാനുഷിക ആമേൻ ബന്ധമല്ല, ഇത് സ്നേഹത്തിന്റെ ബന്ധമാണ്. ഇന്ന് സഭയ്ക്ക് വേണ്ടത് ആമേൻ ഈ സ്നേഹമാണ്. ഹല്ലേലൂയ. പരസ്പരം ഉയർത്തുന്ന സ്നേഹം, പരസ്പരം പ്രാർത്ഥിക്കുന്ന സ്നേഹം, പരസ്പരം ക്ഷമിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെ എന്ന് ഇന്ന് രാത്രി ഈ വചനം ആമേൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, എന്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയാണ്? ഒരു ദിവസം നമ്മുടെ യാത്രയും അവസാനിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആളുകൾ എന്താണ് ഓർക്കുക? നമ്മുടെ സമ്പത്തോ, നമ്മുടെ വീടോ? ഹല്ലേലൂയ. നമ്മുടെ സമ്പത്തല്ല അവർ ഓർക്കുന്നത്, നമ്മുടെ വീടല്ല അവർ ഓർക്കുന്നത്. നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ സേവനമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനിക്കാം, യേശുവിന് വേണ്ടി ജീവിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ? നിങ്ങളുടെ വാക്കുകൾ അതേ മറ്റുള്ളവർക്ക് ആശ്വാസമാണോ? നിങ്ങളുടെ സാന്നിധ്യം ആമേൻ പ്രത്യാശ നൽകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹം കാണുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം നമ്മെ 3 വലിയ സത്യങ്ങൾ ആമേൻ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓട്ടം വിശ്വസ്തയോടെ പൂർത്തിയാക്കുക, ജാഗരൂകരായി ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ കരുതുക. സ്തോത്രം. സ്നേഹത്തോടെയും ദാനഹൃദയത്തോടെയും ഹല്ലേലൂയ ദൈവം നൽകിയിരിക്കുന്ന ഈ ഭൂമിയിലെ ആയുസ് ജീവിച്ചു തീർക്കുക. അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതം വെറുതെയാകുകയില്ല. ദൈവം അവരെ തന്റെ മഹത്വത്തിനായി ഉപയോഗിക്കും. ആകയാൽ ഇന്ന് രാത്രി ആ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുവാൻ ആര് തയ്യാറാകും? കർത്താവേ, ഇനിയുള്ള നാളുകളിൽ അങ്ങയുടെ നാമമഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ. അതിനായി ഇന്ന് രാത്രി എന്നെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ ഉപരി അങ്ങോട്ട് കൊടുക്കുന്നവരാകും. ഹല്ലേലൂയ. പ്രിയരെ, പണം മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഹല്ലേലൂയ നാം കൊടുക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ആമേൻ ഏതാനും ചില കാര്യങ്ങൾ തിരുവചനത്തിലൂടെ നാം കേൾക്കുവാനിടയായല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതേ കർത്താവ് നമ്മോട് ഇടപെടട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മീയ ഓട്ടം വിജയത്തോടെ പൂർത്തിയാക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കട്ടെ. നിങ്ങളുടെ ഹൃദയം സ്നേഹവും ദാനശീലവും നിറഞ്ഞതാകട്ടെ. നിങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ദിവസവും നയിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഓരോ നിമിഷവും അനുഭവിപ്പാൻ
അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയ്ക്ക് ആമേൻ ഇടയായി തീർന്നതുപോലെ ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ അപ്രകാരം അവിടുത്തെ കൃപ, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൂട്ടായ്മ, അവിടുത്തെ സ്നേഹം അനുഭവിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയ്ക്കി നമുക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി അവിടുത്തെ സന്നിധിയിൽ കൂടി വന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കർത്താവേ ഇന്ന് രാത്രിയിലും ആമേൻ കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി താഴ്മയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ മകനെയും മകളെയും, ഓരോ കുടുംബത്തെയും, ഓരോ യുവജനത്തെയും, ഓരോ കുഞ്ഞിനെയും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ട വചനം നല്ല നിലത്തിൽ വീണ വിത്ത് പോലെ ഓരോ ഹൃദയത്തിലും വേരൂന്നട്ടെ. ഈ വചനം 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോ വീടുകളിലേക്കും കടന്നു ചെല്ലണമേ. ഈ ലൈവ് കാണുന്ന ഓരോരുത്തരെയും സ്പർശിക്കണമേ. ക്ഷീണിച്ച കൈകളെ ബലപ്പെടുത്തണമേ. തളർന്ന മുട്ടുകളെ ഉറപ്പിക്കണമേ. കരയുന്നവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. കർത്താവേ, അപ്പോസ്തലനായ പൗലോസിനെ അവസാനം വരെ വിശ്വസ്തനായി കാത്തതുപോലെ ഞങ്ങളെയും വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ഓട്ടം പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ അങ്ങ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആമേൻ പ്രാർത്ഥനാ ജീവിതം പുതുക്കണമേ. വചനത്തോടുള്ള ദാഹം വർദ്ധിപ്പിക്കണമേ. വിശുദ്ധിയിൽ നടക്കുവാൻ ശക്തി നൽകണമേ. സ്നേഹത്തിൽ വളരുവാൻ കൃപ നൽകണമേ. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആമേൻ അതേ നാമത്തിൽ ഞാൻ അധികാരത്തോടെ പ്രഖ്യാപിക്കുന്നു, ഭയത്തിന്റെ എല്ലാ ചങ്ങലകളും പൊട്ടിപ്പോകട്ടെ. നിരാശയുടെ എല്ലാ മേഘങ്ങളും നീങ്ങിപ്പോകട്ടെ. ശത്രുവിന്റെ എല്ലാ ആക്രമണങ്ങളും നിഷ്ഫലമാകട്ടെ. രോഗത്താൽ വേദനിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കട്ടെ. മാനസികമായ ഭാരങ്ങളിൽ കഴിയുന്നവർക്ക് സമാധാനം ലഭിക്കട്ടെ. ഉറക്കമില്ലാതെ വേദനിക്കുന്നവർക്ക് ദൈവത്തിന്റെ വിശ്രമം ലഭിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ കഴിയുന്നവർക്ക് പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വ്യാപാരം ചെയ്യുന്നവർക്ക് ദൈവകൃപ വർദ്ധിക്കട്ടെ. കർത്താവേ, തകർന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തെ പുതുക്കണമേ. മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലെ അകൽച്ചകൾ മാറട്ടെ. വഴി തെറ്റിപ്പോയ മക്കൾ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരട്ടെ. ഈ രാത്രിയിൽ രക്ഷയുടെ വാതിൽ തുറക്കപ്പെടട്ടെ. യേശുവിനെ അറിയാത്തവർ മാനസാന്തരപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വെറും കേൾവിക്കാരാക്കരുതേ, വചനത്തിന്റെ പ്രവർത്തകരാക്കണമേ. ലോകത്തിൽ പ്രകാശമായി ജീവിക്കുന്ന സാക്ഷികളാക്കണമേ. ഇപ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, അവൻ ചിലർക്ക് ഈ ആഴ്ച അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ലഭിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദീർഘകാലമായി മുടങ്ങിയ കാര്യങ്ങൾ ദൈവം ആരംഭിക്കും. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച രോഗികൾ സൗഖ്യം പ്രാപിക്കും. കണ്ണുനീരോടെ വിതച്ചവർ സന്തോഷത്തോടെ കൊയ്യും. ദൈവം തുറക്കുന്ന വാതിൽ ഒരു മനുഷ്യനും അടയ്ക്കുകയില്ല.
പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം അനേകരുടെ മേൽ ഇറങ്ങി വരും. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ രക്തത്താൽ മൂടണമേ. ഈ രാത്രിയിൽ ഉറക്കത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളുടെ വീടുകൾക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ മഹത്വവും സ്തുതിയും ബഹുമാനവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ഓട്ടം പാതി വഴിയിൽ അവസാനിക്കുകയില്ല കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു നിർത്തി എന്ന് പറഞ്ഞ് ഓടണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ പ്രവചനാത്മാവിൽ നിങ്ങളോട് പറയുവാൻ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അവൻ നിങ്ങളുടെ ഓട്ടം പാതി വഴിയിൽ അവസാനിക്കുകയില്ല. ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി അവൻ പൂർത്തിയാക്കും. നിങ്ങളെ ദിവസവും നയിക്കും. നിങ്ങളുടെ വീട് സാക്ഷ്യങ്ങളുടെ അതേ ഭവനമാകും. യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനിയും മുന്നിലുണ്ട്. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ട്, ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാനാഥ. എബനേസറായി ദൈവം കൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ വീണ്ടും അടുത്ത കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടിവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. പ്രിയരെ, ഒരാത്മാവ് ഭൂലോകത്തേക്കാൾ വിലയുള്ളതാ. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഷെയർ ആമേൻ ഒരാത്മാവിനെ വിടുവിക്കുവാൻ ഇടയായ നിത്യതയിൽ അതിന് പ്രതിഫലമുണ്ട്. നിത്യതയിൽ മാത്രമല്ല, ഇയ്യോബ് തന്റെ കഷ്ടതയിൽ ആമേൻ അതേ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ സ്ഥിതിക്ക് ആമേൻ ഭേദം വരുത്തി. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം 10 മടങ്ങ് തിരികെ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീരുന്നു എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ എൻ ജീവനാഥ, എൻ ഹൃദയത്തിൽ വാഴണമേ, വാഴണമേ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ എന്നെ വീണ്ടും നിറച്ചിടണേ. നിൻ കൃപയാണേനാശ്രയം, നിൻ സ്നേഹമാണെൻ ജീവൻ. എൻ കണ്ണുനീർ നീ തുടച്ചിടും വിശ്വസ്തനായ കർത്താവേ. തളർന്ന കാലുകൾ ബലപ്പെടുത്തും, തകർന്ന ഹൃദയം ചേർത്തിടും. നീ വിളിച്ച വഴിയിൽ എന്നെ അവസാനം വരെ നടത്തിയിടും. ആരാധന എൻ ശ്വാസമാകട്ടെ, സ്തുതി എൻ ജീവനാകട്ടെ. നിൻ തിരുസന്നിധിയിൽ ഞാൻ ജീവനുള്ള യാഗമാകട്ടെ. കൈകൾ ഉയർത്തി പാടിടുന്നു യേശുവേ നിൻ
മഹത്വം. ഹൃദയം തുറന്ന് വിളിച്ചിടുന്നു, നിറയണമേ പരിശുദ്ധാത്മാവേ. എൻ ഭയമെല്ലാം നീക്കിയിടണേ, എൻ വിശ്വാസം പുതുക്കിയിടണേ. എൻ ജീവിതം നിൻ കൈകളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നിൻ നാമമുയർത്തിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നിൻ സ്നേഹം പാടിടുന്നു. ഓട്ടം തികയ്ക്കാൻ ശക്തി തരൂ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കൃപ തരൂ. അവസാനം വരെ എന്നെ കാത്തിടണേ, നിത്യരാജ്യത്തിൽ എന്നെ ചേർത്തിടണേ. യേശുവേ, നീയേ എൻ സർവസ്വം, നിനക്കു മാത്രം മഹത്വം. ആമേൻ. യേശുവേ എൻ ജീവനാഥ, എൻ ഹൃദയത്തിൽ വാഴേണമേ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വാ, എന്നെ വീണ്ടും നിറച്ചിടണേ. നിൻ കൃപയാണ് ആശ്രയം, നിൻ സ്നേഹമാണ് എൻ ജീവൻ. എൻ കണ്ണുനീർ നീ തുടച്ചിടും. വിശ്വസ്തനായ കർത്താവേ, തളർന്ന കാലുകൾ ബലപ്പെടുത്തും. ചേർത്തിടും. നീ വിളിച്ച വഴിയിൽ എന്നെ അവസാനം വരെ നടത്തിയിടും. ആരാധന എൻ ശ്വാസമാകട്ടെ, സ്തുതി എൻ ജീവനാകട്ടെ. നിൻ തിരുസന്നിധിയിൽ ഞാൻ ജീവനുള്ള യാഗമാകട്ടെ. ഹല്ലേലൂയ പാടിടുന്നു യേശുവേ നിൻ മഹത്വം. ഹൃദയം തുറന്ന് വിളിച്ചിടുന്നു, നിറയണമേ പരിശുദ്ധാത്മാവേ. എൻ ഭയമെല്ലാം നീക്കിയിടണേ, എൻ വിശ്വാസം പുതുക്കിയിടണേ. എൻ ജീവിതം നിൻ കൈകളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നിൻ നാമം ഉയർത്തിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നിൻ സ്നേഹം പാടിടുന്നു. ഓട്ടം തികയ്ക്കാൻ ശക്തി തരൂ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കൃപ തരൂ. അവസാനം വരെ എന്നെ കാത്തിടണേ, നിത്യരാജ്യത്തിൽ എന്നെ ചേർത്തിടണേ. യേശുവേ, നീയേ എൻ സർവസ്വം, നിനക്കു മാത്രം മഹത്വം.